ഹായ്. അന്ന് ഹോസ്പിറ്റൽ ബാക്ക് പാക്കുമായിട്ട് ഹോസ്പിറ്റലിൽ പോയ ഞാൻ ഇന്നാ പോകുന്നതെന്നറിയാം. തിരക്കുണ്ടായിരുന്നു, മടിയുണ്ടായിരുന്നു, കുറേ കാര്യങ്ങളായിട്ട് നീണ്ടുപോയി. അപ്പോൾ ഇതിപ്പോൾ വൈകിയാണെങ്കിലും വീഡിയോ ചെയ്യാനൊരു റീസൺ ഉണ്ടായത്, ചിലപ്പം എന്നെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും, എന്തെങ്കിലും ഒരു അഡ്വൈസ് തന്നു. ഇല്ലെങ്കിൽ ഇതറിയാത്ത കുറച്ച് ആൾക്കാർക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പം നവംബർ 29 വേഗം പറഞ്ഞു തീർക്കാം, ഇല്ലെങ്കിൽ കൊച്ചെണീറ്റാ പണിയാവും. നവംബർ 29 ഞാൻ ഹോസ്പിറ്റലിൽ പോയി. 30-ാം തീയതി എനിക്ക് ടാബ്ലറ്റ് ഒക്കെ തന്നു. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പെയിൻ കോൺട്രാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഡിസംബർ 6 ഡേറ്റ് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ 30-ാം തീയതി ആയപ്പോഴത്തേക്കും ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പെയിനൊക്കെ തുടങ്ങി. അപ്പോൾ പെയിൻ കൂടി തുടങ്ങിയപ്പോഴേക്കും ലേബർ റൂമിലേക്ക് അന്ന് തന്നെ മാറ്റി. അപ്പോൾ അന്ന് വൈകുന്നേരം തൊട്ട് ലേബർ റൂം ഒരു 5:30-6 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ ആ രാത്രി മുഴുവൻ നമുക്ക് വേദനകളൊക്കെ ആയിരുന്നു. പിറ്റേന്നായി രാവിലെ ഒരു 9:30 ആയപ്പം നമ്മൾ ഹസ്ബൻഡിനെയും കൂടെ കയറ്റാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ റെയിൽവേയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്, അതുകൊണ്ട് എനിക്കൊരു കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു, എല്ലാം നോർമലായിരുന്നു. സോ ഞാൻ നോർമൽ ഡെലിവറിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സിസേറിയനെ പറ്റി ചിന്തിക്കുന്നതേ ഇല്ല ആക്ച്വലി. സിസേറിയൻ അങ്ങനെയല്ല, സിസേറിയൻ ആവാവുന്ന നോർമൽ കാര്യമാണ്, പക്ഷെ എന്തോ അതെൻ്റെ മനസ്സിൽ പോയില്ല. അങ്ങനെ പിറ്റേന്നായി, അതായത് ഡിസംബർ 1-ാം തീയതി ആയി രാവിലെ 9:30 ആയപ്പോഴത്തേക്കും ആ ഹോസ്പിറ്റലിൽ ആകെ 2 ലേബർ സീറ്റുകൾ. അപ്പോൾ കിട്ടുമെന്ന് ഉറപ്പില്ലായിരുന്നു, അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ദൈവാധീനം കൊണ്ട് കിട്ടി. അരുണും വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദന എന്നൊക്കെ പറഞ്ഞാണ്ടില്ല, ആ വേദന എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെന്ന് പറയില്ലേ. എനിക്ക് വേദന എടുത്തത് വയറിനല്ല, എൻ്റെ പുറത്തിനും നടുവിനുമാണ്. അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ, പുറത്തുള്ള നമ്മുടെ ആ എല്ലുകളില്ലേ, അതൊക്കെ ആരാണ്ട് പിടിച്ച് ഒടിച്ചിട്ട് അതിനെങ്കിലും വലിച്ച് പറിച്ചെറിയുന്ന പോലത്തെ ഒരു വേദനയായിരുന്നു. എൻ്റെ പൊന്നോ, കാറി പൊളിച്ച് ചത്ത് ഞാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ എപ്പിഡ്യൂറൽ വൺ ലൈഫ് സേവിയർ എന്ന് പറയാം. എൻ്റെ പൊന്നെ, അത് കഴിച്ചാൽ എന്താ, അത് കഴിക്കുമല്ലേ, സോറി, അത് കുത്തിക്കയറ്റിയ ചില്ലാണ്. നമ്മളൊരു തിയേറ്ററിൽ ഇരിക്കുന്ന ഫീല്. അത്രയും ഒരു പ്രശ്നങ്ങളും വേദനകളും ഇല്ലായിരുന്നു. ഒരു 6 മണിക്കൂറായിരുന്നു അതിൻ്റെ എഫക്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ചെറിയ ഡോസിലും കണ്ടാ കൊടുത്തിരുന്നത്. അപ്പം 6 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിർത്തി. 6 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ ഉച്ചയ്ക്ക് 2 മണി 2:30 ആയപ്പോഴത്തേക്കും നിന്നു. പിന്നെ പെയിൻ വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. കാരണം പെയിൻ ഉണ്ട്, നമ്മൾ പക്ഷെ പെയിൻ ഉണ്ടായിരുന്നില്ല. അരുണും ഉണ്ട് കൂടെ തന്നെ. കുറച്ച് കഴിഞ്ഞപ്പോൾ പെയിൻ അറിഞ്ഞു തുടങ്ങി. പക്ഷെ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് PV ചെയ്ത് നോക്കും എത്ര ഡയലേഷൻ ആയെന്നറിയാം. ഈ 4 സെന്റിമീറ്റർ ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞപ്പോൾ ആയതാ. അപ്പം വൈകുന്നേരം 5 മണി വരെ പിന്നെ വേദന സഹിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണെന്ന് ചോദിച്ചാൽ, ആ എല്ല് കുത്തിപ്പൊളിക്കണ വേദന അത്രയും അറിഞ്ഞില്ല കേട്ടോ ഞാൻ. അതായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വേദന കൂടി ഇങ്ങനെ ചെറുതായിട്ട് കൂടി വന്നു. അപ്പോൾ എപ്പിഡ്യൂറൽ തരണോ വേണ്ടോ എന്നുള്ള രീതിയിൽ നിൽക്കുക. കാരണം ഡയലേഷൻ ആയിട്ടുണ്ടെങ്കിൽ പുഷ് ചെയ്യണമെങ്കിൽ പിന്നെ എപ്പിഡ്യൂറൽ ഇട്ടാൽ നമുക്ക് ഏത് സമയത്താണ് കൊച്ചു വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടിട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പിഡ്യൂറൽ തരാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് നോക്കാം, ശരി വൈകുന്നേരം വരെ നോക്കാമെന്ന് പറഞ്ഞ് ഒരു 5:30 ആയപ്പോൾ നോക്കിയപ്പോഴും ഇത് 4 സെന്റിമീറ്റർ തന്നെ ആയിട്ടുള്ളൂ. പിന്നെ എമർജൻസി ഒരു 11 മണി കഴിഞ്ഞപ്പോൾ വാട്ടർ ബ്ലോക്ക് ആയതാ. അതുകൊണ്ട് പെട്ടെന്ന് C സെക്ഷനിലോട്ട് കൊണ്ടുപോയി. എനിക്ക് C സെക്ഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, ഒന്നും ഞാൻ അതൊട്ടും പ്രതീക്ഷിക്കണില്ല. പിന്നെ വൈകുന്നേരം 5:30 എല്ലാ വേദനയും സഹിച്ച് എനിക്ക് എന്തെങ്കിലും ചെയ്ത് കുഞ്ഞൊന്ന് പുറത്തു വന്നാൽ മതി, എനിക്ക് പറ്റണം. എനിക്ക് പുഷ് ചെയ്യാൻ പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒന്ന് എൻ്റെ കൈ പൊക്കാനുള്ള ആരോഗ്യം കൂടി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ തളർന്നു. ഡിസൈഡ് ചെയ്തോളാൻ പറഞ്ഞ് നമുക്കാ തന്നെ, എന്ത് ഡിസൈഡ് ചെയ്യാനാ, കൊച്ചു എങ്ങനെയും പുറത്തു വരുന്നല്ലോ നമ്മുടെ അപ്പോഴത്തെ ആവശ്യം. അപ്പോൾ പിന്നെ C സെക്ഷൻ പറഞ്ഞു. C സെക്ഷന് പോകുന്ന വഴിക്ക് എൻ്റെ അനിയന്മാര് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു വന്നായിരുന്നു. അത് മാത്രമാണ് എന്നെ സ്ട്രക്ചറിൽ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം. C സെക്ഷൻ കഴിഞ്ഞു. വൈകുന്നേരം ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്നെ റൂമിലേക്ക് കയറ്റി. 6:24 ഇവളുണ്ടായി, പെൺകുട്ടി. അപ്പോൾ എന്നെ കൊച്ചിനെ കാണിച്ചു എന്നാണ് പറയുന്നത്, എനിക്ക് ഓർമ്മയില്ല ആക്ച്വലി. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വരിക. എന്നെ കുറേ നേരം കഴിഞ്ഞാൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ കൊച്ചിനെ വൃത്തിയാക്കിയിട്ട് നമ്മുടെ വീട്ടുകാർക്ക് കൊടുത്തു, ഇവരെ കാണിച്ചു. അവിടെ പുറത്ത് എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്, നമുക്കൊന്നും അറിയില്ല, നമ്മുടെ കൂടെ ആരും ഇല്ല താനും. എനിക്ക് ബോധം വന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ അടുത്തേക്ക് നഴ്സിനോട് ചോദിച്ചു, എല്ലാം കഴിഞ്ഞോ കുട്ടി? അപ്പോൾ പറഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോ, അവിടെ കിടത്തി. കുറച്ച് കഴിയുമ്പം ICUലോട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞു. അടിപൊളി. അപ്പോൾ കുട്ടിയോന്ന് ചോദിച്ചാൽ, അപ്പോൾ ആണോ പെണ്ണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ കുട്ടിയോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു,
കുട്ടിയെ കാണിച്ചില്ലായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പം എനിക്ക് കാണിച്ച മാതിരിയും തോന്നുന്നുണ്ട്. പക്ഷെ കണ്ടോ ഞാൻ, എൻ്റെ തോന്നലാണോ എനിക്കൊന്നും അറിയില്ല. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ, ഒരുതരം നീറ്റലങ്ങ് തുടങ്ങി. നീറ്റൽ എന്ന് പറഞ്ഞാൽ നീറുവാ. എനിക്ക് വേദനയല്ല, ഭയങ്കര ഒരു നീറ്റല്. അപ്പൊ സ്റ്റിച്ചിന്റെ ഇതൊക്കെ അങ്ങ് പോയി. അപ്പൊ ഈ നേഴ്സിനോട് പറഞ്ഞായിരുന്നു ഐസിയിലോട്ട് മാറ്റിയാൽ അവരോട് വേദന എടുക്കുമ്പോൾ എപ്പിഡ്യൂറൽ തരാൻ പറഞ്ഞാൽ മതി. അപ്പൊ എന്റെ വിചാരം തന്നെ എപ്പിഡ്യൂറൽ തന്ന സെറ്റ്, പിന്നെ വേദനയ്ക്കില്ലല്ലോ, സമാധാനം. അപ്പൊ ഞാൻ വിചാരിച്ചാ ചെല്ലുമ്പോ തന്നെ എപ്പിഡ്യൂറൽ പറയാം, ഇങ്ങനെ വേദന സഹിക്കണ്ടല്ലോ. അത് കഴിഞ്ഞ് പുറത്തോട്ട് കൊണ്ടു, ഐസിയുവിൽ ആരെയും കയറ്റില്ല. പുറത്തോട്ട് കൊണ്ടുവന്നിട്ട് ആഷ്ലിയുടെ ഫാമിലി നോക്കിയപ്പോൾ ആരുമില്ല. എനിക്ക് വന്ന സങ്കടം. അപ്പൊ തൊട്ടടുത്ത് നിന്ന് ആൾക്കാർ പറയുന്നത് അവരിപ്പൊ പോയതോളൂ, ഇപ്പൊ അങ്ങോട്ട് പോയതോളൂ ഇപ്പൊ. പക്ഷെ ആര് പോയാലും ഞാൻ ഇറങ്ങി വന്നപ്പോ ആരെയും കണ്ടില്ലല്ലോ. ഞാൻ അപ്പൊ അവിടെ നെഗറ്റീവാ ചിന്തിച്ചത്. കാരണം ദൈവമേ, ഈ എന്നെ നോക്കാൻ ആരും ഉണ്ടായില്ലല്ലോ എന്ന് ഓർത്തേ. കാരണം എൻ്റെ പപ്പ ഉണ്ടായിരുന്നു, എൻ്റെ 2 അനിയന്മാരുണ്ടായിരുന്നു, പിന്നെ അരുണുണ്ടായിരുന്നു, അരുണിന്റെ അമ്മ ഉണ്ടായിരുന്നു. ഇത്രയും പേര് ഉള്ളവര് ആരുണ്ടായില്ലല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷെ ഇവരൊക്കെ ഓരോരോ കാര്യങ്ങൾക്കായിട്ട് ഓട്ടമായിരുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിന്നെ പക്ഷെ ആ സമയത്ത് എനിക്കില്ലായിരുന്നല്ലോ. അപ്പൊ എനിക്കത് ഭയങ്കര വിഷമായി. അത് കഴിഞ്ഞ് എന്നെ ഈ ഐസിയിലോട്ട് കൊണ്ടുപോകുമ്പോൾ മൊത്തം എൻ്റെ സങ്കടം എൻ്റെ കൊച്ചാണോ പെണ്ണോ എന്ന് എനിക്കറിയില്ല. കൊച്ചിനെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് വേദന എടുക്കുന്നുണ്ട്. എനിക്കൊന്നും എൻ്റെ വേദന പറയാൻ ആരുമില്ല, എന്നെ കാണാൻ ആരുമില്ല. ഇങ്ങനെ മൊത്തം ആകെ സങ്കടത്തിലാണ് ഞാൻ ഐസിയിലോട്ട് കയറി പോണേ. അതും ഐസിയിലോട്ട് കൊണ്ടുപോകുന്നു എവിടെയെങ്കിലും ഒക്കെ നിർത്തിയിടും. എന്നിട്ട് ഒരാൾ വരാൻ നോക്കിയിരിക്കും. എത്ര നേരം ഇങ്ങനെ വീഴ്ച കിടക്കണേന്നറിയോ. അത് കഴിഞ്ഞ് നമ്മൾ ഐസിയുവിൽ അതിലും വലിയ വിറ്റ്. ഐസിയുവിന്റെ ഒരു സെക്ഷൻ മൊത്തം ഫില്ലായി. അടുത്ത സെക്ഷനിലായിട്ടാണ് ഞാൻ കിടക്കുന്നത്. ആ സെക്ഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ ഫാൻ ഉണ്ട്, എ സി ഉണ്ട്. എ സി ഒക്കെ ഉണ്ടെന്ന് ഞാൻ പിറ്റേന്ന് അറിയണേ. ഇവരൊന്നും ഇട്ടിട്ടില്ല. എനിക്കാണെ ആവി എടുത്ത് ഉരുക. അത് സെക്കൻഡ് കേസ്. എനിക്കാണെ വേദന എടുത്ത് ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. എനിക്ക് കരയാനുള്ള ഊരില്ല. ഞാൻ എങ്ങനെയൊക്കെയോ കരയുന്നത് എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്ക് എപ്പിഡ്യൂറൽ തായോ, എനിക്ക് പെയിൻ കില്ലർ തായോ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഒരു നേഴ്സ് വന്ന് ദേഷ്യപ്പെട്ട് പറയാം, ഇയാൾക്ക് എപ്പിഡ്യൂറൽ തന്നിട്ടുണ്ട്, വേറെ പെയിൻ കില്ലർ കയറ്റിയിട്ടുണ്ട്, പിന്നെ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയണേന്ന് ചോദിച്ചു. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. ഞാൻ പേടിച്ചുപോയി. ഞാൻ പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണേ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മിണ്ടാണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന കാരണം എനിക്ക് കരയാനല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ലല്ലോ. ഞാൻ വീണ്ടും കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ വേറെ നേഴ്സ്, എന്തിനാ ഇങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല മോളെ, നിനക്ക് എപ്പിഡ്യൂറലും തന്നിട്ടുണ്ട്, വേറെ ഇവിടെയും എപ്പിഡ്യൂറൽ തന്നിട്ടുണ്ട്, ഇപ്പുറത്തെ കൈയുടെ പെയിൻ കില്ലറും കയറ്റിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ വേദനിക്കുക, അത് സെറ്റ് ആയിക്കോളൂ, സാരില്ല, സ്റ്റിച്ച് നിന്റെ ആ മരവിപ്പ് മാറുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഒരു കാര്യമില്ല. പിന്നെ ഞാൻ ലാസ്റ്റ് ചോദിച്ചു, ഫാൻ ഒന്ന് ഇട്ട് തരുമോ? ഫാൻ ഇട്ടു. കുറെ നേരം പറഞ്ഞു കഴിഞ്ഞാട്ടോ ഫാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഫാൻ അവിടെയായിട്ടാ, എനിക്ക് കിട്ടണമില്ല. എ സി ഉള്ള കാര്യം എനിക്കറിയില്ല. ഞാനാണെങ്കിൽ നീറണു, വേർക്കണു, എല്ലാം കൂടെ ഒരുമിച്ചുള്ളൊരു ഒരവസ്ഥ. അത് കഴിഞ്ഞപ്പോൾ അരുൺ ഓടി വരും. ഐസിയിൽ ആരെയും കയറ്റില്ല. അപ്പൊ ഇവന് പെർമിഷനൊക്കെ എടുത്തിട്ടാണ് കയറി വരുന്നത്. ഒരു വിധത്തിൽ അവനെ കയറ്റി വിടുന്നത്. അതൊന്നും ഞാൻ അറിയണില്ലേ. ഐസിയിൽ ആർക്കും കയറാൻ പറ്റില്ലെന്നോ ഇവനെന്നെ അങ്ങനെ എനിക്കൊന്നും അറിയണില്ല. അതൊക്കെ പിന്നെ അറിയണ കാര്യം. ഓടി വന്നവരും പറഞ്ഞു, എടി ഇമ്മു എന്ന്. അപ്പൊ ഞങ്ങള് പെൺകുഞ്ഞുണ്ടാവാനാ പ്രാർത്ഥിച്ചിരുന്നേ. അപ്പൊ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന പെൺകുഞ്ഞുണ്ടാവാനാ. അപ്പൊ ഞങ്ങൾ ഇമ്മൂന്ന് അവൾക്ക് പേരും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇമ്മു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ച് വന്ന് പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പൊ പിന്നെ എനിക്ക് അവനോട് മിണ്ടാൻ തുറക്കണേ, പിന്നെ ഞാൻ പോവാട്ടോ, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഒറ്റ പോക്ക്. അപ്പൊ പെട്ടെന്ന് പോയപ്പോ അതെനിക്ക് സങ്കടമായിപ്പോയി. ഭയങ്കര സങ്കടം. കാരണം അവനെ ഞാൻ മിന്നായം പോലെ കണ്ടുള്ളൂ. പെട്ടെന്ന് അവൻ ഓടിപ്പോവുകയും ചെയ്തപ്പോ ഭയങ്കര സങ്കടമായിപ്പോയി. ദൈവമേ, എനിക്ക് എന്തിനാ ഇത്രയും എന്നെ വേദനിപ്പിക്കണേന്ന് ഓർത്തിയേ. അത് കഴിഞ്ഞ് വേദന സഹിച്ച് ഞാൻ കരഞ്ഞ് ഞാൻ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പം അമ്മ കുഞ്ഞുവാവയായിട്ട് വരുവാ. അപ്പൊ പാല് കൊടുക്കണം, 2 മണിക്കൂർ ഗ്യാപ്പിൽ പാല് കൊടുക്കണം. അപ്പം ഇങ്ങനെ നേരെ കിടക്കും കേട്ടോ ഞാൻ. എനിക്ക് എങ്ങോട്ടും ചെയ്യത്തില്ല, ഒന്നും ചെയ്യത്തില്ല. അപ്പൊ അമ്മ പാലെടുക്കാൻ വരുമ്പോ എൻ്റെ അമ്മയല്ല, അരുണിന്റെ അമ്മ. എനിക്ക് അതിന്റെ ഒരു സങ്കടവും വിഷമവും ഒക്കെ അത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഉള്ളിൽ കിടപ്പുണ്ടിട്ടാ. അത് കഴിഞ്ഞ് അമ്മ വന്നപ്പോ പിന്നെ ഞാൻ ആ ഒരു സങ്കടം ഉണ്ടെങ്കിലും പിന്നെ ഞാൻ നോക്കിയപ്പോ അമ്മയുടെ കയ്യിൽ കുഞ്ഞാവിനെ കണ്ടു. അപ്പൊ ഞാൻ ആദ്യം ഞാനിപ്പോ പെൺകുഞ്ഞാന്ന് അറിഞ്ഞതേ ഉള്ളൂ. പിന്നെ ഞാൻ ഇവളെ
ഇവളെ കാണുക, ആദ്യമായിട്ട് കാണുക. എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ഞാൻ ഞങ്ങൾക്ക് 5 വർഷം കൂടി ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴേക്കും ആ നേഴ്സ് വന്നിട്ട് പെട്ടെന്ന് കൊടുത്തിട്ട് വേണം, പെട്ടെന്ന് കൊടുത്തിട്ട് വേണം പറഞ്ഞ് പേടിപ്പിച്ചു. അമ്മയ്ക്കാണെങ്കിൽ ഓൾറെഡി കൈ വയ്യാതെയാ, ഈ പരിപാടി ഒട്ട് അറിയത്തുമില്ല. നേഴ്സ് വന്ന് കാണിച്ചു തന്നു എങ്ങനെയാ പാലെടുക്കുന്നത്. എന്നിട്ട് ആ പാലെടുത്തു കൊച്ചിന് കൊടുത്തു. അപ്പൊ ഞാൻ ചെയ്തേ പാലൊക്കെ വന്നു തുടങ്ങിയോ, ഭാഗ്യം. അതൊക്കെ ഞാൻ ആലോചിക്കും. അപ്പൊ എനിക്ക് ചെരിയത്തില്ല, എന്നാലും ഒരു സൈഡ് വരുമ്പോ ചെറുതായിട്ടൊക്കെ ചെയ്യണം. നീറി പൊളയണ വേദനയായിരുന്നു. അതിന്റെ കൂടെ ഇവരൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം പടയും ചെയ്യണം എന്ന് പറഞ്ഞ് ഒരുമാതിരി ധൃതി കാണിക്കും. അമ്മയാണെങ്കിൽ കിടന്ന് കഷ്ടപ്പെടും. കൈ വയ്യാത്തത് കൊണ്ട് കൈ വെച്ചാൽ കൊച്ചിനെയും പിടിച്ചതൊക്കെ ചെയ്യാൻ കിടന്ന് കഷ്ടപ്പെടും. എനിക്കാണെങ്കിൽ ഒന്ന് തൊട്ടുപോലും ഹെൽപ്പ് ചെയ്യാൻ വയ്യ. അപ്പൊ ഞാൻ എന്നെ കണ്ട് ആവുന്നത്രയും ചെരിഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ ഞാൻ കുറച്ചു നേരം അവളെ ഇങ്ങനെ അടുത്ത് വെച്ച് ഞാൻ കുറച്ചു നേരം കണ്ടു. പക്ഷേ എന്താ, എനിക്ക് ആ സമയത്ത് കണ്ടു, സന്തോഷമായി. പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര, നമ്മൾ പറയില്ലേ, ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ കൊച്ചിനെ കണ്ടപ്പോ നമ്മുടെ പെയിൻ ഒക്കെ പോയി മുഖം കണ്ടപ്പം. പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായില്ല. എനിക്ക് ഭയങ്കര വേദനകളായിരുന്നു. ഞാൻ ഇവിടെ അങ്ങനെ ശ്രദ്ധിച്ചു, ചിരിച്ചു, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും കരഞ്ഞ് ഉറങ്ങും. പിന്നെ ഇടയ്ക്കമ്മ പാലെടുക്കാനൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും ഈ വേദനകളൊക്കെ നമുക്ക് സെറ്റായി, നമ്മുടെ ബോഡി അഡാപ്റ്റ് ആയി. അത് കഴിഞ്ഞപ്പം പിറ്റേ ദിവസം, അതായത് ഡിസംബർ 2-ാം തീയതി, എല്ലാവരെയും പലരെയും ഇങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞവരൊക്കെ റൂമിലേക്ക് വിടുക. അപ്പം എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, സിസേറിയൻ കഴിഞ്ഞവർക്ക് എണീറ്റ് നടന്നാൽ മാത്രമേ ഇവര് അങ്ങോട്ടേക്ക് വിടുകയുള്ളൂ റൂമിലേക്ക്. അപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ദൈവമേ, ഞാൻ എന്നാ ചെയ്യും, ഞാൻ എങ്ങനെ എണീക്കും എന്നായിരുന്നു. മാത്രമല്ല എൻ്റെ മനസ്സിൽ എനിക്ക് എങ്ങനെയെങ്കിലും എണീറ്റ് പറ്റും, കാരണം ഇവിടെ നിന്ന് പോകണം, അത്രയും നെഗറ്റീവാണ് അവിടെ. അപ്പൊ എനിക്ക് അങ്ങനെയില്ല, ഇവിടുന്ന് പോകണം എന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 പേരാ വരാൻ നമ്മളെ പിടിക്കാനായിട്ട്. 3 പേര് പിടിച്ചെണീറ്റ് ഇങ്ങനെ എണീപ്പിച്ചിരുത്തിയപ്പോൾ ഞാൻ പൊട്ടി 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 സ്റ്റിച്ച് പൊട്ടിയെന്ന് പറഞ്ഞാൽ കരയുക. കാരണം ഭയങ്കര നീറ്റിലും വേദന, എന്തൊക്കെയൊക്കെയോ അനുഭവങ്ങൾ, ഭയങ്കര വേദനയാ മൊത്തം. സ്റ്റിച്ചിന്റെ അവിടെ മാത്രത്തെ കാര്യം പറയണം, ഭയങ്കര വേദനയാട്ടോ. ഞാൻ എന്റെ ദൈവമേ, സ്റ്റിച്ച് പൊട്ടി എന്ന് പറഞ്ഞ കാര്യം. അപ്പൊ നേഴ്സുമാരും എന്റെ വെപ്രാളം കണ്ട അവരും കൂടെ പഠിച്ചു, പൊട്ടിയോ എന്നും പറഞ്ഞ് അവർ നോക്കി. ഒരു പൊട്ടിയിട്ടൊന്നും ഇല്ല, ഇങ്ങനെ ഉണ്ട്, ഇത് ഈ വേദന ഉള്ളതാ, പൊക്കോളും അതിപ്പോ എണീറ്റേന്റെയാന്ന് പറഞ്ഞു. അങ്ങനെ വീൽ ചെയറിലെത്തി റൂം എത്തി. റൂം എത്തിയതും സമാധാനമായി. അവിടെ അമ്മയുണ്ട്, എൻ്റെ പപ്പയുണ്ട്, എൻ്റെ അനിയന്മാരുണ്ട്, അരുണുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും എന്നെ അതിശയത്തോടുകൂടി നോക്കുക. കൊച്ചു വന്നതിന്റെ സന്തോഷമുണ്ട് എല്ലാവരുടെയും മുഖത്ത്. അങ്ങനെ നല്ല ഒരു പോസിറ്റീവ് സ്ഥലം. അപ്പോഴും ഞാൻ എൻ്റെ കുഞ്ഞിനെ അത്രയും സ്നേഹത്തോടെ അങ്ങനെ നോക്കുന്നു, അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. കാരണം എനിക്ക് പറ്റില്ല, എനിക്ക് വേദന കൊണ്ട് എനിക്കൊന്നും പറ്റില്ല. എൻ്റെ മനസ്സിന് മാതിരി ചത്ത അവസ്ഥയായിപ്പോയി. അത് കഴിഞ്ഞ് എന്നെ ബെഡിൽ കൊണ്ടിരുത്തിയിട്ട് പിന്നെ ബാത്റൂമിൽ പോകണമല്ലോ. കുറച്ച് കഴിഞ്ഞാണ് ബാത്റൂമിൽ പോകാൻ വേണ്ടി ഞാൻ എണീറ്റപ്പോൾ പപ്പയും അരുണും ആഷ്മോനും കൂടി 3 പേര് ചേർന്നാ പിടിക്കണേ. ഞാൻ കരഞ്ഞ് പിടിച്ച് എണീറ്റ് ഒരുവിധം സെറ്റായി പോകണം കണ്ടപ്പോൾ പപ്പ എന്നോട് പറയാ, പപ്പയുടെ മോളായതുകൊണ്ടല്ലേ പപ്പ അങ്ങനെ പറഞ്ഞേ, ഇനി വേണ്ട കേട്ടോ, ഇത്രയും വേന സഹിക്കണ്ടേ, ഇനി വേണ്ടാന്ന് ഇങ്ങനെ പപ്പ പറഞ്ഞു. എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ പോകുമ്പോൾ പപ്പ അപ്പുറത്ത് മാറി നിന്ന് കരയുക. അത് എന്നിൽ സങ്കടം ഉണ്ടാക്കി, എന്നിൽ സന്തോഷം ഉണ്ടാക്കി. കാരണം ആരെങ്കിലും എന്നെ ഓർത്ത് വിഷമിക്കാനുണ്ടല്ലോ. ബാക്കിയുള്ളവരൊക്കെ, അവർക്ക് സങ്കടം ഇല്ലെന്നല്ല, അവരൊക്കെ ഇതൊക്കെ നോർമലാ. നോർമലാണെങ്കിൽ, നോർമൽ ഡെലിവറി ആണെങ്കിൽ അങ്ങനെ, സി സെക്ഷൻ ആണെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും സി സെക്ഷൻ ഉള്ളതല്ലേ, കുഴപ്പമില്ല, റെസ്റ്റ് എടുത്താൽ മാറും, ഈ ഒരു ഫീലേ ഉള്ളൂ. അല്ലാണ്ട് അവർക്കുള്ളിൽ ഒരു വേദന ഒരിക്കലും ഉണ്ടാവില്ല. കാരണം അത് നമ്മുടെ സ്വന്തം ആണെങ്കിലേ നമുക്ക് ആ ഫീൽ വരുള്ളൂ. അമ്മ ഇല്ലാത്തതിന്റെ ഏറ്റവും വിഷമം അനുഭവിച്ച സമയമായിരുന്നു എനിക്കതൊക്കെ. അത് കഴിഞ്ഞ്, സോറി, ഇതൊന്നും പറയാനല്ല ആക്ച്വലി ഞാൻ ഈ വീഡിയോ ചെയ്തത്, ഞാൻ പറയാം. അപ്പൊ എനിക്ക് നമ്മൾ പിന്നെ 4-5 ദിവസം കഴിഞ്ഞ്, സിസേറിയൻ കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞായിരുന്നു അവിടുന്ന് ഡിസ്ചാർജ് ആക്കുള്ളൂ. പിന്നെ 3-ാമത്തെ ദിവസം തൊട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ, അന്ന് തന്നെ വൈകിട്ടൊരു ഹോം നേഴ്സ് വന്നു നോക്കാനായിട്ട്. അതാണെങ്കിൽ ഏതു നേരവും ഫോണിലും, പിന്നെ ബാക്കിയുള്ള സമയത്ത് കൊച്ചിനെ ഏതു നേരം എടുത്തുകൊണ്ട് നടക്കുന്നത്. കൊച്ചിനെ എടുത്തുകൊണ്ട് നടന്ന് നമ്മളാലോ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുന്നത്, അല്ലാണ്ട് കുഞ്ഞുങ്ങൾ തുടക്കത്തിൽ എടുത്താലേ കരച്ചിൽ നിർത്തൂ, എടുത്താലോ പറയുന്ന അർത്ഥമില്ല. കാരണം നമ്മൾ എടുത്ത് ശീലിപ്പിച്ചോണ്ടാണ് അവരങ്ങനെ ആവണേ. അപ്പൊ ഞാൻ ആ ചേച്ചിയോട് തുടക്കത്തിൽ, ഇവിടെ ആരും എടുക്കാനില്ല ചേച്ചി, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് കൊച്ചിനെ അങ്ങനെ എടുക്കരുത്
1000 പ്രാവശ്യം ഞാനോട് പറഞ്ഞിട്ടുണ്ടാവും. അയ്യോ ഈ കൊച്ചിനെ കണ്ട് കൊതിയ മോളെ ഞാൻ എടുത്തോട്ടെ എന്ന് പറഞ്ഞാൽ അത് അതിന്റെ വഴിക്ക്. ശരി എടുക്കട്ടെ. ഞാൻ ഒന്നും പറഞ്ഞില്ല. പറയാല്ലേ, 3ാമത്തെ ദിവസം സിസേറിയൻ കഴിഞ്ഞ് 3ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഒരാൾ ഒരു കൈ പിടിച്ച എണീറ്റിറങ്ങാൻ പാകത്തിന് ഞാൻ സെറ്റ് ആയായിരുന്നു. കാരണം എനിക്കറിയാം എന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല, ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അരുണിന് സ്നേഹമുണ്ട്, സ്നേഹമില്ലെന്നല്ല, ഒത്തിരി സ്നേഹമുണ്ട്. പക്ഷെ അവൻ എന്നെ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. എല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അവനെന്താ ഈ സ്പൂൺ ഫീഡ് ചെയ്യണമെന്ന് പറയില്ലേ, അതാണ് അവന്റെ അവസ്ഥ. അപ്പൊ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മുടെ കാര്യമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത്രയും പറയാനുള്ള എഫേർട്ട് കൂടി എടുക്കാൻ എനിക്ക് വയ്യ. അപ്പൊ എനിക്കറിയാം എന്നെ നോക്കാൻ ഞാൻ തന്നെ ഉള്ളൂ. കാരണം എന്നെ മനസ്സിലാക്കാൻ പറ്റൂല ആർക്കും. ഞാൻ പറയണം, ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കി വരുമ്പോഴേക്കും നമ്മുടെ ഒരു അവസ്ഥയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ 3ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ ഒരു കൈ മാത്രം ആ ചേച്ചിനെ കൊണ്ട് പിടിപ്പിച്ച് ഞാൻ തന്നെ എണീറ്റ് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ. പിറ്റേ ദിവസം തൊട്ടേ ഞാൻ എന്റെ കാര്യം, അന്ന് റൂമിൽ കൊണ്ടുവന്ന് വന്നോട്ടെ ഞാൻ എന്റെ കാര്യം തന്നെ ചെയ്യുന്നേ. അരുണിന്റെ അമ്മ ആ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തന്നെ ഞാൻ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. 3ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഞാൻ മൊത്തം ഞാൻ തന്നെ ചെയ്തത്. പക്ഷെ ഡോക്ടർമാർ പറയാം തല കറങ്ങും, ചിലപ്പോൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമ്മളവിടെ പോലെ ലോക്ക് ചെയ്യലും പരിപാടികളൊന്നും ഇല്ല, ശ്രദ്ധിച്ച് തന്നെ പോകും. ഒരാളെ നോക്കാൻ ഹോം നേഴ്സ് ഉണ്ടല്ലോ. 5 ദിവസം കഴിഞ്ഞ് വീടെത്തി കയറി. വീടെത്തുന്ന ദിവസം ഇതിന്റെ ഇടയിൽ എനിക്ക് പാല് കൊടുക്കാൻ നമുക്കറിയില്ല, നമ്മൾ ആദ്യമായിട്ടല്ലേ. ഈ കൊച്ചു പാല് കുടിക്കണില്ല. എനിക്കാണെങ്കിൽ പാല് കട്ട കെട്ടി വേദനിച്ചിട്ട് ഒരു രക്ഷയില്ല. എന്നിട്ട് പമ്പ് ചെയ്ത് പാലടയില കൊടുത്തെ. അത് വേറൊരു കഷ്ടം പിടിച്ച സാധനം. മാനുവൽ പമ്പ് എന്ന് പറഞ്ഞ ഇത്രയും വൃത്തികെട്ട സാധനം, എന്റെ പൊന്നു മനുഷ്യൻ. ഒരു സൈഡിൽ ഇപ്പുറത്ത് വേദന, ഇനി ഈ വേദന, അതിന്റെ കൂടെ ഇത് ഞെക്കുന്ന, എന്റെ പൊന്നി ഭ്രാന്ത് പിടിച്ച് ചത്ത്. അത് കഴിഞ്ഞ് മാനുവൽ പമ്പ് വെച്ചിട്ട് എടുത്തു. പറ്റുണ്ടായിരുന്നില്ല. അപ്പം ഇതും നമ്മൾ 2 മണിക്കൂർ ഗ്യാപ്പിലെ കൊച്ചിനെ ഫീഡ് ചെയ്യണ്ടേ. ഇത് എടുത്തുകൊണ്ടിരിക്കാൻ വേണം 2 മണിക്കൂർ. മനുഷ്യന് റെസ്റ്റ് വേണ്ടേ. ഞാനത് വെറുത്തു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഇവള് 2-3 ദിവസം പിന്നെ ഒരു 4 ദിവസം കൊടുത്തിട്ട് പാലട കൊടുത്തു കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോൾ കൊച്ചിനെ കൊണ്ടുവന്ന് കാണിക്കും, വെയിറ്റ് ഗെയിൻ ആയോ നോക്കാന്നാ പറഞ്ഞേ. കാരണം 3.06 ഉണ്ടായിരുന്ന കുട്ടി ജനിച്ചപ്പം 2.73 ആയിരുന്നു. അവള് പാല് കുടിക്കാത്തതുകൊണ്ട്. അപ്പം ആദ്യം വെയിറ്റ് കുറഞ്ഞിട്ട് പിന്നെ വെയിറ്റ് കൂടില്ല, ഇവർക്ക് വെയിറ്റ് കൂടുന്നില്ല, കാരണം പാല് കുടിക്കുന്നില്ല. അങ്ങനെയാണ് പാലടയാക്കിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് പോണേ. അന്ന് ഡിസ്ചാർജ് ആക്കിയിട്ട് കുറെ നേരം ഈ പ്രോസസ്സിനൊക്കെ ആരും ഇല്ല കേട്ടോ. ഹോം നേഴ്സും അരുണും മാത്രം. അന്ന് ഒരു മനുഷ്യനുണ്ടായില്ല സഹായത്തിന്. എന്നിട്ട് എല്ലാവർക്കും ഓരോരോ പണികളും തിരക്കുകളും. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. എനിക്ക് കൊച്ചിന് പാല് കൊടുക്കണം. ഫൈനലായിട്ട് പാല് കൊടുത്തതിന് ശേഷം പിന്നെ 4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നും നടക്കണില്ല. എനിക്ക് പമ്പ് ചെയ്ത് എടുത്തിട്ട് വേണം പാല് കൊടുക്കാൻ. എന്നാ ആ സമയത്ത് ഞാൻ ഡയറക്റ്റ് ഫീഡ് ഒന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. എന്നിട്ട് കൊച്ചി എണീറ്റ്. പക്ഷെ എന്നിട്ട് ഞാനിരുന്ന് കാര്യം എനിക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ. അപ്പൊ എനിക്ക് ഫുഡൊന്നും ഇറങ്ങാനുള്ള കാരണം എന്റെ കൊച്ചു പട്ടിണി, എനിക്ക് കൊച്ചിനൊന്നും കൊടുത്തിട്ടില്ല, എനിക്ക് എങ്ങനെയും വീടെത്തിയാൽ മതി എന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അരുണാണ് എല്ലാത്തിനും ഓടി ഇറങ്ങിട്ട് അതിന്റെ കൂടെ പാവം ഞാൻ പറയുന്നതും കൂടെ പേടിച്ചിരിക്കുമായിരുന്നു. അത് കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനാവും മാത്രമേ ഉള്ളൂ. അത് അപ്പം നോക്കുമ്പോൾ കൊച്ചിന് പാല് കൊടുത്തിട്ടുമില്ല. അത് കഴിഞ്ഞ് ഊബർ വിളിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാ. വീട്ടിലെത്തി. വീട്ടിൽ നോക്കിയപ്പം എൻ്റെ അനിയനും അരുണും കുറെ ബലൂണൊക്കെ കെട്ടി അടിപൊളിയാക്കി റൂമൊക്കെ അലങ്കരിച്ച് പെൺകുഞ്ഞായിട്ട് പിങ്ക് ബലൂണൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് വീട്ടിൽ വെൽക്കം ചെയ്യുന്ന രീതിയിലൊക്കെ എനിക്കതൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ അതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. കുഞ്ഞുമായിട്ട് ഞാൻ കയറി വന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവക്ക് ചെല്ലുമ്പോൾ തന്നെ നമ്മൾ വേദനയെടുത്ത് ചത്ത് ചെന്ന് കഴിഞ്ഞ ഉടനെ പമ്പ് ചെയ്ത് പാലെടുക്കണു, അത് കഴിഞ്ഞ് കൊടുക്കണു. ഒരു വൃത്തികെട്ട സമയങ്ങളായിരുന്നു അതൊക്കെ. ഒന്നും സന്തോഷത്തോടെ അല്ല ചെയ്തോണ്ടിരുന്നത്. എനിക്ക് മടുത്തു. ഞാൻ തളർന്ന് തീർന്നു കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പം ഇതൊന്നും എനിക്ക് പറയാൻ ആരും ഉണ്ടായിരുന്നില്ല. നമ്മുടെ അമ്മയാണ് അത് മനസ്സിലാക്കിയത്. അരുണിന്റെ അമ്മ നല്ല സപ്പോർട്ടൊക്കെയാ. പക്ഷെ എനിക്കിതൊന്നും, ഞാൻ ഉള്ളു തുറന്ന് അവരോട് സംസാരിച്ചിട്ടില്ല. അങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയത്തുമില്ല. ഞാൻ എന്റെ എല്ലാ പ്രശ്നങ്ങളും പറയുന്നത് അരുണിനോട് മാത്രാ. അത് കഴിഞ്ഞ് വീടെത്തി. പിന്നെ കുറച്ച് ദിവസങ്ങൾ എൻ്റെ ഇങ്ങനെയായിരുന്നു. കാരണം കുഞ്ഞിന് ഉറക്കമില്ല. അതിന്റെ കൂടെ നമുക്ക് ആ ഡയലോഗ് പാല് കുടിക്കാത്തോണ്ടായിരിക്കും കുഞ്ഞുറങ്ങാത്തത്. അത് പല രീതിയിൽ നിന്നും കേൾക്കും. അപ്പം അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇപ്പൊ എല്ലായിടത്തുനിന്നും കേൾക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പൊ ഇവക്ക് ഉറക്കമില്ല. രാത്രിയിൽ അരുണിനെ കിട്ടത്തില്ല. അരുൺ പറ്റേണിറ്റി ലീവ് എടുത്ത് വന്നേക്കുന്ന.
രാവിലെ 7 മണിക്ക് എന്നിട്ട് വീട്ടിലിരുന്ന് ഡ്യൂട്ടിക്ക് കയറും. 10 മണിയാകുമ്പോഴത്തേക്കും അവൻ വർക്കൊക്കെ ഒതുക്കിയിട്ട് എടി നിനക്ക് ചൂടുവെള്ളം റെഡിയാക്കട്ടെ, എടി നിനക്ക് അത് തിന്നാൻ തരട്ടെ, എല്ലാം അവൻ ചോദിച്ചോണ്ട് വരും. പക്ഷെ എന്താ ഉം. നമുക്ക് വേണ്ട സംഭവം എനിക്കാണെങ്കിൽ തൊട്ട് പറഞ്ഞു കൊടുക്കാനും അറിഞ്ഞുകൂടാ, എനിക്കതൊട്ട് കിട്ടിയിട്ടുമില്ല. അതാണ് അവിടെ സംഭവിച്ചത്. എല്ലാം അമ്മയാണെങ്കിലും എനിക്ക് വേദൂളിക്കുള്ള വെള്ളം തിളപ്പിക്കുന്നു, എടുത്തുകൊണ്ടേ വെച്ച് തരുന്നു. പക്ഷെ എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞായിരുന്നു ശരിക്കും. കാരണം ഇവൾ ഉറങ്ങണില്ല. ഇവള് 10 മിനിറ്റ് ഉറങ്ങും എണീക്കും, 10 മിനിറ്റ് ഉറങ്ങും എണീക്കും. 2 മണിക്കൂർ ഗ്യാപ്പിൽ ഒരു ഒരു 3/4 മണിക്കൂറോളം പാല് കൊടുത്തോണ്ടിരിക്കില്ല എന്റെ പണി. അത് കഴിഞ്ഞ് അത്ര നേരം ഇപ്പൊ ഇരുന്ന് പാല് കൊടുക്കുവാണ്. ഈ പാല് കൊടുക്കുന്നതിന് പ്രത്യേക പൊസിഷനൊക്കെ സെറ്റ് ആക്കിയാൽ മാത്രമേ ഇതിന്റെ പാല് കുടിക്കൂ. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവള് ഒരു വിധത്തിൽ കൊണ്ട് നടന്ന് കാരണം കൊണ്ട് നടത്തി ആ ചേച്ചി ശീലിപ്പിച്ച് വെച്ചേക്കുക. കൊണ്ട് നടത്തി നടത്തി കയ്യിലിട്ടാലേ ഉറങ്ങുള്ളൂ. ഉറങ്ങി ബെഡിൽ കൊണ്ടുപോയി വെച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കൊച്ചെണീറ്റ് വരും. എന്നിട്ട് വീണ്ടും ഇത് തന്നെ. പിന്നെ ഇതുമായിട്ട് നടക്കല്. അത് കഴിയുമ്പോൾ അടുത്ത 2 മണിക്കൂറായി കുടിച്ചിട്ട് വീണ്ടും കൊണ്ടുവന്നിട്ട് വീണ്ടും ഇത് തന്നെ. അപ്പം ഞാൻ ഉറങ്ങണില്ല, റെസ്റ്റ്. കൊച്ചു കിടക്കുമ്പോൾ കിടന്നോളാൻ പറയും. കൊച്ചു കിടക്കുമ്പോൾ കിടന്ന് 10 മിനിറ്റിനുള്ളിൽ ഇവൾ എണീക്കും. വീണ്ടും ഈ എണീറ്റിരിക്കലും നിസ്സാര പണിയാണോ സ്റ്റിച്ചും വെച്ചിട്ട്? അല്ല, നല്ല ബുദ്ധിമുട്ടുള്ള പണിയാ. അപ്പൊ ഇതിൽ ഞാൻ പറയാൻ വന്നത്, നോർമൽ ഡെലിവറിക്കാരാണെങ്കിൽ സിസേറിയൻ ഡെലിവറി എന്ന് പറഞ്ഞൊരു പെയിൻ, അതൊരു പെയിൻ തന്നെയാണ്. അപ്പം അത് നിസ്സാരപ്പെട്ട പണിയാണെന്നും പറഞ്ഞ് വലിയ പണി എടുക്കാൻ പോയ ഇപ്പം അനുഭവിക്കേണ്ടി വരും. ഇപ്പം ഞാൻ അനുഭവിക്കണം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സ്പൂൺ പോലും എടുക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. ഒരു മാസത്തേക്ക് ഒരു സ്പൂണിന്റെ വെയിറ്റ് പോലും നിങ്ങൾ എടുക്കരുത്. പിടിച്ചൊക്കെ ബാത്റൂമിൽ പോവുക, ഹെൽപ്പ് തേടാവുന്നിടത്തൂടെ ഒക്കെ തേടി അങ്ങനെ ചെയ്തോളുക. ഇനി പ്രസവിക്കാൻ പോണവരാണെങ്കിൽ, കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, എനിക്ക് കുനിയാൻ പറ്റുന്നുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞ് ചെയ്യാൻ പോയാൽ അനുഭവിക്കേണ്ടി വരും ഉറപ്പായിട്ടും. നമ്മളിപ്പം ജനിച്ചു വീണ കുഞ്ഞിന്റെ ശരീരവും ജനിച്ചു വീണ കുഞ്ഞും ആ അമ്മയും ഒരേപോലെ ശരിക്കും പറഞ്ഞാൽ വന്നെ. ജനിച്ചു വീണ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ സ്പൂണോ ഒരു കപ്പ് വെള്ളമൊക്കെ പോയി എടുപ്പിക്കോ? ഇല്ലല്ലോ. അതേപോലെ തന്നെയാ അവരുടെ വലിയ ശരീരവും ഇതൊക്കെ ആന്നേ ഉള്ളൂ. പക്ഷെ ഒന്നുമില്ല, നിങ്ങൾക്ക് പറ്റില്ല. അപ്പോ എന്റെ പ്രശ്നം ഞാനായിട്ട് വരുത്തി വെച്ചാ. കാരണം ആരെയും ബുദ്ധിമുട്ടിക്കണ്ട, ആരും എനിക്കില്ല എന്നൊരു സാധനം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. കാരണം അരുണിനോടത് പറഞ്ഞ അരുൺ അങ്ങനെ ചിന്തിക്കേണ്ട ഇങ്ങനെ ചിന്തിക്കേണ്ട കുറെ ഉപദേശം തരും. എനിക്ക് ഉപദേശം കേൾക്കാനാണെങ്കിൽ പറ്റൂലായിരുന്നു. എന്റെ പ്രശ്നം കൊണ്ട് എന്റെ നെഗറ്റീവ് സൈഡാട്ടോ അത്. സമ്മതിച്ചു. അമ്മയോട് എനിക്കുള്ളത് പറയത്തുമില്ല. അത് കഴിഞ്ഞ് ഇപ്പൊ ഏത് നേരവും ഈ കൊച്ചിനെ എടുത്തുകൊണ്ട് നടക്കലാണ്. കൊച്ചെന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞാണെങ്കിലും അത് വെയിറ്റ് ആണ്. സിസേറിയൻ കഴിഞ്ഞ ആൾക്കാർ അത് ഒരിക്കലും ചെയ്യരുത്. എവിടെയെങ്കിലും ഇരുന്ന് കൊച്ചിനെ പിടിക്കുക, എടുക്കാൻ കൊതിയുണ്ടെങ്കിൽ എടുത്ത് തീർക്കുക, അങ്ങനെ അല്ലാണ്ട് എടുത്തു കിടന്നാൽ തീർന്നു. ഇതിന്റെ കൂടെ ഈ കൊച്ചു ഉറങ്ങാത്തതിന്റെ പേരിൽ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുക. രാത്രികളിലൊക്കെ പല രീതിയിൽ കരച്ചില്ല. കരഞ്ഞ് തലവേദന. ഓൾറെഡി എനിക്ക് മൈഗ്രെയിൻ ഉള്ളതാണ്, അതിൻ്റെ കൂടെ ഈ തലവേദന. എനിക്ക് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ രാവിലെ പറ്റേണിറ്റ് ലീവ് എടുത്ത് വന്നേക്കാണ്. എന്നാലും അവന് ഫുൾ ടൈം ഫോണിൽ ഓഫീസിൽ നിന്ന് വിളി വന്നുകൊണ്ടിരിക്കുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആവശ്യമുള്ളപ്പോഴൊന്നും അവൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ അരുണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അരുണ് പ്രസവം കഴിഞ്ഞാൽ പിന്നെ എങ്ങുമില്ലാത്തൊരു സ്നേഹം. ഇത്രയും സ്നേഹം ഞാൻ കണ്ടിട്ടില്ല. അത് ശരിക്കും പറഞ്ഞാൽ എന്താ, ഒരുപാട് ഭാര്യമാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ശരിക്കും ഞാൻ ആഗ്രഹിച്ചിരുന്ന ആ സമയത്ത് എനിക്ക് സ്നേഹമല്ലായിരുന്നു, എനിക്ക് കെയർ ആയിരുന്നു വേണ്ടിയിരുന്നു. ഇപ്പൊ നമ്മൾ ചോദിക്കും കെയർ എങ്ങനെയായിരുന്നു തരേണ്ടത്. കാരണം സ്നേഹം എന്ന് പറഞ്ഞാൽ നിനക്ക് അതുവേനോട് നിനക്ക് ഇതുവേണ്ടി നീ പറഞ്ഞാൽ മതി, ഓടി വന്ന് ചെയ്യുന്നു. പക്ഷെ ഞാൻ പാല് കൊടുത്തോണ്ടിരിക്കുമ്പം അരുൺ എൻ്റെ അടുത്തില്ല. ഞാൻ കൊച്ചിനെ എടുത്തോണ്ട് നടക്കുമ്പോൾ കൊച്ചിൻ എൻ്റെ അടുത്തില്ല. എനിക്ക് ആവശ്യമുള്ളത് അപ്പോഴല്ലേ. ചിലപ്പോൾ ഞാൻ പാല് കൊടുത്തോണ്ടിരിക്കുന്നത് അവിടെ തലവണ വെച്ച്, അടിയിൽ തലവണ വെച്ച്, കൊച്ചിൻ്റെ അവിടെ തലവണ വെച്ച് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കാലൊക്കെ മരച്ച് പോയിട്ടുണ്ട്. ആ സമയത്താണ് എനിക്ക് ഒരാൾ കാലൊന്ന് തടവി തരിക. പിന്നെ കൊച്ചിനെ കുറെ നേരം എടുത്തോണ്ട് ഇനി ഞാൻ കുറച്ചു നേരം എടുക്കാം എന്നും പറഞ്ഞ് എടുത്തോണ്ട് അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ കൊച്ചു കരയുമ്പോൾ തന്നെ ഓടി പേടിച്ച് ഇവർ എൻ്റെ കൊണ്ട് തരും. അമ്മയ്ക്കും കൊച്ചിനെ എടുക്കാൻ പേടിയാ. കൊച്ചു കരഞ്ഞ ഓടി ഞാൻ ആരുടെ കൊണ്ട് കൊടുക്കും? എനിക്കും ഇത് ആദ്യമായിട്ടല്ലേ. നമ്മള് കൊച്ചു ജനിക്കുമ്പോൾ ഒരു അപ്പനും അമ്മയാവും എന്ന് പറഞ്ഞാൽ നമ്മളാ എക്സ്പീരിയൻസ് ആയി വരുമ്പോഴാണ് അങ്ങനെ ആവണേ. ഇവരോടി എൻ്റെ കൈ കൊണ്ട് തരും. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ കയ്യിൽ ഇതിനെ കിട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. എന്റെ ദൈവം, ഞാൻ മടുത്തിരിക്കുമോ തന്നെ ആരും മനസ്സിലാക്കാത്ത എൻ്റെ കൊടുത്തത് ഞാൻ എന്താ ചെയ്യാ? പാല് കുടിച്ചു കഴിഞ്ഞ കൊച്ചിനെ കരഞ്ഞ ഓടി എൻ്റെ കൊണ്ടെത്തുന്നത് ഞാൻ എന്താ ചെയ്യണം? ഞാനും എന്താ ചെയ്യണം? എടുത്തോണ്ട് കിടന്ന് ഉറക്കുക, അല്ലാണ്ട് എന്താ ചെയ്യാൻ പറ്റും? എനിക്കൊന്നും അറിയില്ല. എന്നിട്ട് ഇടയ്ക്ക് പപ്പ വിളിക്കും, എന്നെ കൊണ്ടൊരു വിശേഷം പപ്പൂടിയോ വിഷമങ്ങളോ. അപ്പൊ അപ്പ പറഞ്ഞു സാരമില്ലടി. പപ്പയും പറഞ്ഞ ഡയലോഗ് ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ. ഞാൻ പറഞ്ഞു പപ്പ എല്ലാരും പോലെ അല്ല ഞാൻ വേറൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളല്ലേ. എനിക്ക് എന്റേതായ വിഷമങ്ങളുണ്ട്, അവർക്കുണ്ടാവുമായിരിക്കും. അവർ പറയാത്ത എന്റെ കുഴപ്പമാണോ? അങ്ങനെ ചോദിച്ചു പപ്പോടി ഞാൻ ചൂടാവും. പപ്പോടി നമുക്ക് ചൂടാവാലോ.
നമ്മുടെ അച്ഛനും അമ്മയും ഉള്ള കാലത്തോളം നമുക്ക് അവരോട് വഴക്കിടാം, ദേഷ്യപ്പെടാം, അവരോട് ഒച്ച വെച്ച് മിണ്ടാം, ഓടിച്ചെല്ലാം, സങ്കടങ്ങൾ പറയാം. അവര് പോയി കഴിഞ്ഞാൽ പിന്നെ ആരുണ്ടാവില്ല. ഇപ്പൊ ഇതൊക്കെ പറയാൻ കാരണം ഒത്തിരി ഞാൻ പറയാൻ ആഗ്രഹിക്കണു. ഒരു മനുഷ്യൻ എനിക്ക് ഒന്നും തുറന്നു പറയാൻ കൂടി ഉണ്ടായിരുന്നില്ല. എല്ലാം എനിക്കൊരു നല്ലൊരു കൂട്ടുകാരി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവള് വിശേഷം ചോദിക്കും. എന്നാ അവള് കാണാൻ വന്നില്ലെങ്കിലും അവൾ ഇതുവരെ ഒന്ന് വീഡിയോ കോൾ പോലും ചെയ്തിട്ടില്ല. അതെന്റെ ഉള്ളിൽ ഭയങ്കര വിഷമമായിട്ട് കിടപ്പുണ്ട്. അവൾക്കപ്പൊ ഒറിജിനലി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ കാണാൻ വന്നില്ല പോട്ടെ, പ്രശ്നമില്ല. കാരണം ഓരോരുത്തർ കല്യാണം കഴിഞ്ഞ് പല സാഹചര്യങ്ങളായിരിക്കും. ഇത്രയും 4 മാസമായിട്ടൊരു വീഡിയോ കോൾ പോലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് അതൊരു നോർമൽ റീസൺ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ എല്ലാ സങ്കടവും ഞാൻ അരുണിനോടാ പറഞ്ഞുകൊണ്ടിരുന്നത്. അരുൺ ഒത്തിരി വിഷമിച്ചു, ഞാൻ അവനെ ഒത്തിരി വിഷമിപ്പിച്ചു. അതെനിക്ക് ആ സങ്കടവും എനിക്ക് വേറെ കിടക്കുക. ഞാൻ അരുണിനെ സങ്കടപ്പെടുത്തുവാണല്ലോ എന്നൊരു വിഷമം. അത് കഴിഞ്ഞ് പിന്നെ ഓരോ പ്രാവശ്യവും ഓരോ ദിവസവും ഇങ്ങനെ രാവിലെ എണീക്കുന്നു, കൊച്ചിനെ കുളിപ്പിക്കുന്നു, കൊച്ചിനെ റെഡിയാക്കും, എല്ലാം ഞാൻ തന്നെയാ ചെയ്യുന്നത്. എനിക്ക് പറഞ്ഞു തരാൻ ആൾക്കാർ. പിന്നെ പ്രസവരക്ഷയ്ക്ക് ഇതിന്റെ ഇടയിൽ ആൾക്കാർ സിസേറിയൻ ആയതുകൊണ്ട് 10-15 ദിവസം കഴിഞ്ഞാൽ വന്ന 17 ദിവസം കണ്ട് അന്ന് അവരാണ് കൊച്ചിനെ കുളിപ്പിക്കുന്ന കാണിച്ചു തന്നത്. അത് കഴിഞ്ഞ് കൊച്ചിനെ കുളിപ്പിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വന്നല്ലോ. അപ്പൊ വീട്ടിലിട്ടിങ്ങനെ ആ കുട്ടി നന്നായിട്ട് ചെയ്യും, പോകും. പക്ഷെ ഇതിന്റെ ഇടയിൽ കൂടി ചിലപ്പോൾ എനിക്ക് പാൽ കൊടുക്കാൻ പോകേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല, വീണ്ടും ഇവളെ പിടിച്ചുകൊണ്ട് നടക്കണം. അപ്പൊ വെറുതെ ചെയ്യുന്നു. അപ്പൊ 5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞു, മോളെ ഇനി ചെയ്യണ്ട, കാരണം ചെയ്യുന്നതുകൊണ്ട് ഉപകാരമൊന്നും ഇല്ല, എനിക്ക് റെസ്റ്റ് എടുക്കാൻ ഗ്യാപ്പില്ല, സമയമില്ല. അപ്പോ അമ്മ വിചാരിക്കുന്ന ഞാൻ റെസ്റ്റ് ചെയ്യുന്നുണ്ട്, കാരണം കൊച്ചു കിടക്കുമ്പോൾ ഞാൻ കിടക്കുന്നു, കൊച്ചിനെ നോർമലായിട്ട് നോക്കുന്നു, എല്ലാം ചെയ്യുന്നുണ്ട്. അവള് റെസ്റ്റില് വേറെ പണി, കാരണം അമ്മയാണ് ആ വീട്ടിലെ പണി മൊത്തം ചെയ്യുന്നത്. എനിക്ക് കുളിക്കാനുള്ള വെള്ളം ചൂടാക്കുന്നത്, എനിക്ക് കൊണ്ടുവന്ന് തരുന്ന എല്ലാ കാര്യങ്ങളും അരുണിന്റെ അമ്മയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അമ്മ നോക്കുമ്പോ എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഇപ്പുറത്തെ എന്റെ സൈഡ് വളരെ വീക്കാണ്. എനിക്കൊന്നും മനസ്സൊന്ന് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് കൊച്ചിനെ എടുക്കേണ്ട സമയത്ത് എടുക്കാൻ ആരും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സൈഡിലൂടെ ഇപ്പുറത്തെ സൈഡ് എന്റെ തെറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് പിന്നെ അരുൺ പറ്റണ്ടി കഴിഞ്ഞപ്പോ പോയതോടുകൂടി എനിക്ക് അവിടെ എന്തോ ഭയങ്കര ഒരു ഭാരം പോലെയായിരുന്നു. എല്ലാം കൂടി എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അരുണെ എനിക്ക് എത്രയും പെട്ടെന്ന് ഞാൻ എല്ലാം നോക്കിക്കോളാം, എനിക്ക് ചെന്നൈക്ക് പോന്നാ മതി, നിന്റെ അടുത്തോട്ട് വന്നാൽ മതി. കാരണം അറ്റ്ലീസ്റ്റ് എനിക്ക് ഒന്ന് ഒച്ച വെക്കാലോ, അരുണിന്റെ അടുത്ത് എനിക്ക് ഒച്ചയിൽ മിണ്ടാലോ. അപ്പൊ എന്റെ സ്ട്രെസ് പകുതി അവിടെ മാറുക. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അവൻ എന്നെ പെട്ടെന്ന് എന്റെ വാശി പുറത്ത് കൊച്ചിന് 2 മാസമായപ്പോഴേക്കും ഡോക്ടറിന്റെ പെർമിഷനൊക്കെ ഞങ്ങൾ എടുത്തിട്ട് അവർക്ക് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അടുത്തോണ്ട് അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങോട്ട് പോരുക. ട്രെയിനിൽ കൂപ്പ എടുത്തിരുന്നത്. അപ്പം ജനിച്ച കുഞ്ഞ് കുറച്ചല്ലേ ആയുള്ളൂ, വേറെ ഒന്നും ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ കൊണ്ടുപോകുന്നു. ചെന്നൈ വന്നിട്ടുള്ള അവസ്ഥകളാട്ടോ. അവിടുന്നാണ് എനിക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായത്. കാരണം അവിടെ എല്ലാം ചെയ്തു തരാൻ എനിക്ക് അമ്മ ഉണ്ടായിരുന്നു. എന്റെ പ്രശ്നം എനിക്ക് മാനസിക പ്രശ്നങ്ങളും പിന്നെന്താ കൊച്ചിനെ എടുക്കുന്നതിന്റെ അങ്ങനെ വേണ്ട വേദനകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ചെന്നൈ വന്നു കഴിഞ്ഞപ്പം അരുണ് രാവിലെ ജോലിക്ക് പോകണം, 7 മണിക്ക് പഞ്ച് ചെയ്യണം. അവന് വൈകുന്നേരം 5-5:45, 6 ആകുമ്പോഴാണ് അവൻ വരാൻ പറ്റുള്ളൂ. അപ്പം ഈ സമയങ്ങളിൽ ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കാര്യം എല്ലാം നോക്കണം, പ്ലസ് വീട്ടിലെ പണികൾ ചെയ്യണം. വീട്ടിലെ പണി ഇപ്പം ഞങ്ങൾ ഭയങ്കര ടൈറ്റായ സമയമായതുകൊണ്ട് നമുക്ക് ഒരാളെ വെക്കാൻ നിവൃത്തിയില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഹോം നേഴ്സിന്റെ വെച്ച് ഏജൻസി പറ്റിച്ചു, അവർ കാശുമായിട്ട് മുങ്ങി, ഹോം നേഴ്സ് പോയി, അങ്ങനെ ഒരു ഇടയ്ക്ക് വേറെ പ്രശ്നങ്ങൾ വേറെ, അങ്ങനെ മൊത്തം ഞങ്ങൾ ടൈറ്റായിരുന്നു. അത് കഴിഞ്ഞ് അപ്പൊ ഞാൻ വിചാരിച്ചു വേറൊരാളെ വെക്കണ്ട, എന്നെ കൊണ്ട് പറ്റണ പോലെ ചെയ്യാം. പിന്നെ അരുണും പറഞ്ഞു നമുക്ക് അച്ചാൽ നമുക്ക് പുറത്തുനിന്ന് മേടിക്കാൻ, ബാക്കി നമുക്ക് പറ്റണ പോലെ ചെയ്യാന്നൊക്കെ. അങ്ങനെ ഒരു ഒരാഴ്ചയൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോ തൊട്ട് ഒരു വേദന വന്നു തുടങ്ങി. വേദന എന്ന് പറഞ്ഞാലോ, സ്റ്റിച്ചിന്റെ വേദനയൊക്കെ പോയി. പിന്നെ എനിക്ക് വേദന എവിടെയാണെന്നറിയോ, നടുവിന്റെ 2 സൈഡിലും വേദന, പുറത്തിന്റെ 2 സൈഡിലും വേദന, കഴുത്ത് വേദന. ഈ പുറവും കഴുത്തും നമുക്ക് എപ്പോഴും കുഞ്ഞുവാവനെ എടുക്കുന്നോണ്ടാന്ന് വിചാരിക്കാം. ഇതെനിക്ക് നേരെ ഇങ്ങനെ കടന്ന 2 മണിക്കൂർ അടുപ്പിച്ച് ഇങ്ങനെ കടന്ന എനിക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഉടുപ്പെ പിടിച്ച് ഇങ്ങനെ വലിച്ചാണ് എന്നെ അങ്ങോട്ട് ചരിക്കുന്നത്, ഉടുപ്പെ പിടിച്ച് വലിച്ചാണ് ഞാൻ ഇങ്ങോട്ട് ചരിക്കുന്നത്.
ഈ അവസ്ഥയിലാണ് 4 മാസം എൻ്റെ ബേബിക്ക് ഇപ്പൊ കഴിഞ്ഞു. ഇതിപ്പോ 5-ാം മാസം തുടങ്ങിയേക്കാം. ഇപ്പോഴും എൻ്റെ അവസ്ഥ എനിക്ക് കടക്കാൻ പറ്റില്ല. എനിക്ക് അടുപ്പിച്ച് 2 മണിക്കൂർ അടുപ്പിച്ച് കടക്കാൻ പറ്റില്ല. ചെരിഞ്ഞ് കിടന്ന ആ അത്രയും നേരം ചെരിഞ്ഞ് നമ്മൾ ഒരേ സൈഡിൽ കിടക്കുമ്പോൾ നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട്. അങ്ങോട്ടൊന്ന് തിരിയാന്ന് വെച്ചാൽ ചെരിഞ്ഞ് കിടക്കുമ്പോൾ തിരിയാൻ പ്രശ്നമില്ല. നേരെ കിടക്കുമ്പോൾ ഇത്തിരി ആശ്വാസമുണ്ട് ശരിക്കും. പക്ഷെ നേരെ കടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എണീക്കാൻ ഒന്നെങ്കിൽ ആരുടെയും ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ശരീരത്തെ, കാരണം എനിക്ക് ആ ഇടുപ്പ് എനിക്ക് തന്നെ പൊക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ അതാണ് എൻ്റെ അവസ്ഥ. അപ്പൊ അതാണ് മെയിൻലി ഞാൻ പറയാൻ വന്നത്. പിന്നെ നമുക്ക് ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ നമുക്ക് വെയിറ്റ് വെച്ചല്ലോ. വെയിറ്റ് കൂടിയപ്പോൾ കൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ ശരീരം താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് എനിക്ക് മുട്ടിന് ഭയങ്കര വേദന. ഇതൊക്കെ ചെറിയ വേദനയല്ല. ആദ്യമൊക്കെ നമ്മളിത് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷെ ഇപ്പൊ ഒന്ന് ഇരുന്നിട്ട് എണീക്കുമ്പോൾ മുട്ടിന്റെ ചിരട്ടയ്ക്കൊക്കെ ഏറ്റവും വേദനയാണെന്നറിയോ, നല്ല വേദനയാണ്. അപ്പം ഇരിക്കണം എണീക്കണം ഞാൻ ഒരുമാതിരി പ്രായമുള്ള ആൾക്കാരെ പോലെ പിടിച്ച് ഒക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ 4 മാസം ഇപ്പൊ 5-ാം മാസമായി. ഡെലിവറി കഴിഞ്ഞ് 5 മാസം ഒരാൾ ചെയ്യുന്ന പോലെയാണോ ഞാൻ ചെയ്യണത്? അല്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇപ്പൊ ഞാൻ പാത്രം കഴുകുന്നതിന് എനിക്ക് നടുവേദന, അതൊക്കെ നമുക്ക് ഓക്കെ സഹിക്കാം. പക്ഷെ എനിക്ക് കിടന്നു കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ എണീക്കുന്നുണ്ടല്ലോ, എൻ്റെ പൊന്നെ എന്നാ വേദനയാണെന്നറിയോ. പിന്നെ കുഞ്ഞുവാവ, അവളുടെ പ്രശ്നങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ച് പരിഹരിച്ചു. ആര് പറയാൻ, നമ്മൾ തന്നെ നമ്മുടെ കൊച്ചിനെ ഇങ്ങനെ നന്നായിട്ട് അനലൈസ് ചെയ്താൽ നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പലയിടത്തും നമുക്ക് കിട്ടും, അതൊക്കെ പരീക്ഷിക്കാം. അപ്പം എൻ്റെ കുഞ്ഞിന്റെ പ്രശ്നം, അവൾ ഉറങ്ങാത്തതിന്റെ പ്രശ്നം എല്ലാവരും പറയണ പോലെ പാല് കൂടി തികയാഞ്ഞുകൊണ്ടല്ല. കാരണം ഓരോരുത്തരും ഒന്ന് പറഞ്ഞായിരുന്നു, കൊച്ചു വയറ് നിറച്ച് പാൽ കുടിച്ചാൽ 2 മണിക്കൂർ ഉറങ്ങും, വയറ് നിറച്ച് പാൽ കുടിച്ചാൽ 2 മണിക്കൂർ ഉറങ്ങും. കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഇത് പറഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത് പോകണം. അപ്പം നമ്മുടെ മനസ്സെന്തായിരിക്കും, ദൈവമേ പാല് തികയണില്ലേ. പിന്നെ എനിക്ക് ആ ഒരു പേടി പോകാൻ കാരണം ആ പാലടിയിൽ പമ്പ് ചെയ്ത് പാലെടുത്തത് കൊണ്ട് തന്നെയാട്ടോ. കാരണം ആ കുട്ടി കുടിക്കേണ്ട അളവ് നമുക്കറിയാം, നമുക്ക് കിട്ടുന്ന പാലിന്റെ അളവ് നമുക്ക്. അപ്പൊ പാലുണ്ട്, ദൈവം സഹായിച്ച് പാലുള്ളത് കൊണ്ട് കൊച്ചിന് പാലിന്റെ പ്രശ്നമല്ല എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് ഒരിടയ്ക്ക് ഞാൻ ഓർത്തേറ്റ ദൈവമേ പാലില്ലായിരുന്നെങ്കിൽ ആ പേരും പറഞ്ഞ് ഫോർമുല മിൽക്കെങ്കിലും അടിച്ചു കയറ്റായിരുന്നു. ഇങ്ങനെ ഞാൻ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതെന്ത് പാടാന്നറിയോ, ഫുൾ സാധനങ്ങൾ സ്റ്റെറിലൈസ് ചെയ്ത് എടുത്ത് വെച്ച് 2 മണിക്കൂർ ഇടവിട്ട് പമ്പ് ചെയ്ത് വീണ്ടും പാല് കൊടുത്ത് ഒരു തരം ഭ്രാന്ത് പിടിച്ച പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇലക്ട്രിക് പമ്പ് വന്നപ്പം ഭയങ്കര സ്മൂത്തായി. നമുക്ക് എപ്പിഡ്യൂറൽ കിട്ടിയൊരു അവസ്ഥയായിരുന്നു പെയിനീന്ന്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. പിന്നെ ഇതും സ്റ്റെറിലൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും മാനുവൽ പമ്പിന്റെ അത്രയും വരില്ല. ഭയങ്കര അടിപൊളിയായിരുന്നു ഇലക്ട്രിക് പമ്പ് വന്നേ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡയറക്റ്റ് ഫീഡ് സെറ്റ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഡയറക്റ്റ് ഫീഡിലോട്ട് മാറി. പിന്നെ അതിന് പക്ഷെ ഇരുന്ന് കൊടുക്കലൊക്കെ അപ്പോഴും എൻ്റെ ഇതുപോലെ തന്നെയാണ്. ഒരു 20 മിനിറ്റ് ഒന്നുമില്ല, അവളൊരു 1/4 മണിക്കൂർ ഞാൻ പാല് കൊടുക്കാൻ എടുക്കുന്നു, വീണ്ടും 2 മണിക്കൂർ ഗ്യാപ്പ് വരുന്നു. അപ്പം നമ്മുടെ റെസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ, റെസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടി അങ്ങനെ ഉണ്ടായിട്ടില്ല. ചെന്നൈ വന്ന് കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരം അരുൺ വരുമ്പോൾ അവളെ പിടിക്കാൻ കൊടുക്കുമ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് എടുത്ത് തുടങ്ങണേ. വേറെ ആരുടെ അടുത്തും എനിക്ക് കൊച്ചിനെ അങ്ങനെ കൊടുക്കാനുള്ളൊരു മനസ്സിനതില്ല. അരുണിന്റെ അടുത്ത് അവൻ എന്ത് കാണിച്ചാലും കൊച്ചു സേഫ് ആയിരിക്കുന്ന ഒരു തോന്നലുണ്ട് എൻ്റെ ഉള്ളിൽ. വേറെ ആരുടെ ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ തോന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ എല്ലാം റെഡിയായി, ഓക്കെ ആയി. പറയാൻ ഒന്നും മറന്നുപോയി. അതെനിക്ക് ഇനി ഡെലിവറി കഴിഞ്ഞപ്പം ഉണ്ടായല്ല, പ്രഗ്നന്റ് ആയപ്പോൾ തൊട്ടുള്ളൊരു പ്രശ്നമാണ് ഈ മെമ്മറി പ്രശ്നം. അതും ഇപ്പം നന്നായിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ സ്മൂത്തായി. ഇപ്പോഴത്തെ എൻ്റെ നിലവിലെ പ്രശ്നം, ഇപ്പോഴും എനിക്ക് ഇരുന്നിട്ട് എണീക്കാൻ ഒരാളുടെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പിടിച്ചിട്ടാണ് എനിക്ക് പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ നടുവ് എനിക്ക് നേരെ കടന്നാൽ എനിക്ക് സ്വയം തിരിയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ അഡ്വൈസ് ചോദിച്ചത്, ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്, എനിക്ക് ചോദിക്കാൻ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. അതുകൊണ്ടിട്ടാണ് ഇതൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചതും ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇട്ടത്. അപ്പൊ ഇതെന്തുകൊണ്ടാ എനിക്കറിയില്ല. ഇപ്പം ഇവിടെ റെയിൽവേയിലാണ് നമ്മൾ കാണിക്കണം. റെയിൽവേ ഹോസ്പിറ്റലിൽ ഇപ്പൊ കുഞ്ഞിനെ കൊണ്ട് പോയാൽ അവിടെ കൂട്ടടിയാണ്. നമ്മൾ ടോക്കൺ എടുക്കും, ടോക്കൺ എടുത്ത് കഴിഞ്ഞ് ക്യൂ നിൽക്കാൻ വേറൊരാൾ, ആ ടോക്കൺ അനുസരിച്ച് ഒന്നും അല്ല കയറ്റുന്നത്. ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ പോകാൻ. അവൻ എപ്പോഴും ലീവ് കിട്ടത്തില്ല, കാരണം കുറെ ലീവ് അവൻ എനിക്ക് വേണ്ടിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊന്നും പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട് എനിക്ക് കൊച്ചിനെ വെച്ച് പോകാൻ പറ്റുന്ന ഒരു പ്രാവശ്യം. പിന്നെ ഈ 4 മാസം ആയപ്പോഴാണ് ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം എന്നെ ഒന്നുകൊണ്ടേ കാണിച്ചത്. അപ്പം ഞാൻ ഓർത്തോനെ കാണാം. ഓർത്തോ അവിടെ വന്നടിയാന്നാ കേട്ടെ. ഞാൻ എങ്ങനെ ഓർത്തോനെ പോയി കാണുമെന്ന് എനിക്കറിയില്ല. അതും ഇനി കൊച്ചിനെ വെച്ച് തന്നെ പോകണമല്ലോ, നമുക്ക് വേറെ ആരും ഇല്ലൊരു ഹെൽപ്പിന് കൊച്ചിനെ പിടിച്ചിട്ട് പോകാനും. പിന്നെ ഇവളെല്ലായിടത്തും ഇവള് നന്നായിട്ട് സഹകരിച്ചു. കൊച്ചിന്റെ പ്രശ്നം എന്നാ, അതല്ലേ ഞാൻ പറഞ്ഞിട്ടേ, കൊച്ചിന്റെ പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഇവളിങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ ഇങ്ങനെ ചേർന്നല്ലേ ഇരിക്കണേ. പക്ഷെ കിടത്തി കഴിയുമ്പോൾ കൊച്ചിങ്ങനെ വിടർന്നു പോവുക, 2 കൈ ഇങ്ങനെ 2 കാലം അങ്ങനെയായി പോവാ. അപ്പൊ അതിനെ ഞാൻ കൺട്രോൾ ചെയ്ത് ഓരോ സംഭവമൊക്കെ വെച്ച് അവളുടെ രീതിയിലാക്കി കൊടുത്തപ്പോൾ കൊച്ചു ഉറങ്ങി തുടങ്ങി. അപ്പം കൊച്ചിന്റെ ഉറക്കം ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തു. അപ്പൊ അവൾക്ക് പാൽ കൊടുക്കുന്നു, അവള് നോർമലായിട്ട് ഉറങ്ങുന്നു. എന്നാലും ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ കേട്ടോ. അത് തന്നെ എനിക്ക് വലിയൊരു ഭാഗ്യമായിരുന്നു ആ സമയത്ത്.
അങ്ങനെ അവൾ ഉറങ്ങി റെഡിയായി. ഇപ്പൊ തന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. കൊട്ടി ഉറക്കത്തില്ല. ഞാൻ ഉറക്കിയിട്ടാണ് വന്ന് വീഡിയോ എടുക്കുന്നത്. മാക്സിമം ഒരു മണിക്കൂർ. അങ്ങേയറ്റം അവള് 2 മണിക്കൂർ 1-2 പ്രാവശ്യം അങ്ങോട്ടൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ ഇപ്പൊ. അങ്ങനെ അവള് പിന്നെ വലിയ വഴക്കൊന്നുമില്ല. രാത്രിയിലും ആ കൊച്ച് ഉറങ്ങും. പാല് കുടിക്കാൻ എണീക്കും. ഞാൻ പാല് കൊടുക്കുന്നു. അവള് കിടന്നുറങ്ങുന്നു. ഒരു ശല്യവും ഇല്ല. അതെനിക്ക് ദൈവം അറിഞ്ഞു തന്ന പോലെയായിരുന്നു. എൻ്റെ അവസ്ഥ അറിഞ്ഞ ദൈവമെങ്കിലും മനസ്സിലാക്കിയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു എനിക്ക്. ആകെ ആ കൊച്ച് കരയുന്നത് അവക്ക് പാല് കുടിച്ചു കഴിഞ്ഞ് കളിച്ച് മടുത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ട് കരയും. പിന്നെ അവക്ക് പാല് കിട്ടാൻ വേണ്ടിയിട്ട് അവള് കരയും. ഇതിന് വിശന്നാലും ഉറങ്ങാനും വേണ്ടി മാത്രമാണ് ആ കുഞ്ഞ് കരയാറുള്ളൂ. വേറെ അനാവശ്യമായിട്ട് കരച്ചിലുകളൊന്നുമില്ല. ബാക്കിയുള്ള കുട്ടികളും അങ്ങനെയായിരിക്കും, എനിക്കറിയില്ല. ഞാൻ എൻ്റെ കൊച്ചിനെ വെച്ച് പറയുന്നേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ എല്ലാം സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഇപ്പോഴത്തെ എൻ്റെ കണ്ടീഷൻ, ഞാൻ വളരെ വീക്കാണ്. എനിക്ക് എൻ്റെ ശരീരത്തിലെ ബാക്ക് പോർഷൻ മൊത്തം പെയിനാണ് എനിക്ക്. അതും ചെറിയ പെയിനല്ല, നല്ല രീതിയിലെ പെയിനാണ്. ഞാനിപ്പോൾ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞാലും പറയും, ഓ ഇതൊക്കെ നോർമലാന്ന് പറയത്തേ ഉള്ളൂ. നിങ്ങളിലും പലരും അങ്ങനെ പറയായിരുന്നു. പക്ഷെ ആരെങ്കിലും മനസ്സിലായവരുണ്ടെങ്കിൽ, ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇത് അറിയാമെന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഞാൻ ഡോക്ടറെ പോയി കാണേണ്ട വിഷയം തന്നെയാണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അഡ്വൈസ് ചെയ്ത് തന്നാൽ ഉപകാരമായിരിക്കും. പ്ലസ് എനിക്ക് അങ്ങോട്ട് പറയാനുണ്ടായിരുന്നത്, നോർമൽ ഡെലിവറി ആയിക്കോട്ടെ സിസേറിയൻ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു സ്പൂൺ പോലും എടുക്കാതെ 1 മാസം റെസ്റ്റ് ചെയ്തു. കൊച്ചിനെയൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെങ്കിലും ഇരുന്നിട്ട് എല്ലാവരുടെ സപ്പോർട്ടോടുകൂടി ഇങ്ങനെ പിടിച്ചു. ആ വെയിറ്റ് പോലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലാവരുത്. നിങ്ങൾ കൊണ്ടു നടക്കും, അങ്ങനെ ഒന്നും ചെയ്യരുത്. ആരെങ്കിലും വേണം നമുക്ക്. ആ സമയത്ത് ആരുടെ എന്ത് കേട്ടിട്ടാണെങ്കിലും അത് മൈൻഡ് ആക്കണ്ട, പിടിച്ചോ, നമ്മൾ ആ ഹെൽപ്പ് മേടിച്ചോ, വേറെ നിവൃത്തിയില്ല. കാരണം പിന്നീട് നമുക്ക് നമ്മളെ നോക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നതിന് നല്ലതല്ലേ. അപ്പൊ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത്. അതുപോലെ തന്നെ കുട്ടിക്ക് പല്ലൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവര് സക്ക് ചെയ്യുന്നത് നമുക്ക് നിപ്പിൾ ക്രാക്ക് നന്നായിട്ടുണ്ടാവും, നല്ല വേദന ഉണ്ടാവും. എനിക്ക് അതും ഒരു പ്രശ്നമായിരുന്നു. നിപ്പോ കെയർ എന്ന് പറഞ്ഞ ഓയിൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തേച്ചാലും പിന്നെ വീണ്ടും കുട്ടി സക്ക് ചെയ്യുമ്പോൾ എനിക്ക് വേദനയായിരുന്നു. നിപ്പിൾ ഷീൽഡ് എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ മേടിച്ച് ട്രൈ ചെയ്തു. അതും കണക്കാണ്, എല്ലാം കണക്കാണ്. വേദന എടുക്കും. ഈ വേദനയെ സഹിച്ച് ബോഡി സെറ്റ് ആയി കഴിയുമ്പോൾ പിന്നെ അതും നമുക്ക് അങ്ങ് റെഡിയായി. ഇനി പല്ലൊക്കെ വരുമ്പോൾ എന്തായിരിക്കും ദൈവം എൻ്റെ അവസ്ഥ എനിക്കറിയില്ല. അതും നമ്മുടെ ബോഡി അഡാപ്റ്റ് ചെയ്തതാണല്ലോ അമ്മ എന്ന് പറഞ്ഞ സംഭവം. ആ ഒരു പേരും പറഞ്ഞ് അങ്ങനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കുള്ള വേദന നമുക്ക് ഷെയർ ചെയ്യാമല്ലോ. അങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ജേർണി. ഇപ്പം എല്ലാവരും പിന്നെ അരുൺ ഒത്തിരി, ഞാൻ പറഞ്ഞ പോലെ അരുൺ ഇപ്പോഴും സ്നേഹമാണ്. അവന് ഇഷ്ടം പോലെ സ്നേഹമാണ്. നമുക്ക് സ്നേഹം കിട്ടാൻ കൊതിക്കുന്നൊക്കെ എല്ലാവരും പറയുമ്പോൾ എനിക്കിപ്പോഴും വേണ്ടത് കെയറാണ്. അപ്പൊ ഞാൻ അതിന്റെ പേരിലും അവനോട് ഒത്തിരി വിഷമം, ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താ, എനിക്ക് എന്നും തുറന്നു സംസാരിക്കാനും വഴക്കുണ്ടാക്കാനും അങ്ങനെ ഒരാളെങ്കിലും ദൈവം തന്നിട്ടുണ്ടല്ലോ. ഞാൻ വളരെ ഹാപ്പിയാണ്. കാരണം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കിട്ടിയതാണ് എനിക്ക് അരുണിനെയും എൻ്റെ കുഞ്ഞുവാവേനെയും. അപ്പൊ എനിക്ക് ദൈവം തന്ന 2 സമ്മാനങ്ങളാണ് ഇവർ രണ്ടുപേരും. ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. പക്ഷെ ഇടയ്ക്ക് ഞാനിങ്ങനെ തകർന്നു പോകും. അതെനിക്ക് പറയാനൊന്നും ആരും ഇല്ലാത്തതിൻ്റെ സങ്കടം കൊണ്ടൊക്കെ പറഞ്ഞു പോയതാ. അപ്പൊ ഞാൻ ഇനി പറഞ്ഞ് ഇതാക്കണില്ല. ഇതൊക്കെയാണ് സംഭവം. ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അതിപ്പോഴാണ് എനിക്ക് പറ്റിയത്. എനിവേ ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും. അപ്പം അതങ്ങനെ ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഇതുവരെ കണ്ടിരുന്നതിന്. താങ്ക് യു. ബൈ.